ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഏതൊക്കെയാണ് ആ ആണവ നിലയങ്ങൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇറാന്റെ ആണവ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തേത് നദാൻസ് ആണ്. നദാൻസ് ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമാണ്. ഇത് ഇറാന്റെ യുറാനിയം സമ്പുഷ്ടീകരണ മുഖ്യ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് നദാൻസിലേക്ക് 220 കിലോമീറ്ററാണ് ദൂരമുള്ളത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഭൂഗർഭ അറയിലാണ് നദാൻസ് കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന തോതിൽ ആണവ പദാർത്ഥങ്ങളുടെ വേർതിരിക്കൽ, സമ്പുഷ്ടീകരണം ഇത് നടത്തുന്ന കാസ്കേഡ് സെൻട്രിഫ്യൂജ് നിര അതൊക്കെയുള്ളത് നദാൻസിലെ ഈ കേന്ദ്രത്തിലാണ്. ഇസ്രായേൽ പലതവണ ആക്രമിച്ചതാണ്. വെള്ളിയാഴ്ച ഈ ആക്രമണങ്ങൾ തുടങ്ങുമ്പോൾ മുതൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് നദാൻസിനെയാണ്. രണ്ടാമത്തേത് ഫോർദോ ആണ്. ഫോർദോ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം എന്ന് വേണം നമുക്ക് ഫോർദോയെ വിശേഷിപ്പിക്കാൻ. ഏറെക്കാലം ഇറാൻ രഹസ്യമാക്കി വെച്ച കേന്ദ്രമാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 3000 സെൻട്രിഫ്യൂജ് വരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. 83% സമ്പുഷ്ടീകരിച്ച യുറേനിയമുള്ള ആണവ കേന്ദ്രമാണ് ഫോർദോ. ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഫോർദോയിലായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ് ഫോർദോ. മലമടക്കുകളിൽ ഭൗമോപരിതലത്തിൽ നിന്ന് 80-90 മീറ്റർ താഴ്ചയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഭൂഗർഭ കേന്ദ്രമാണ്. ഇതിന് വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയുണ്ട് എന്നതാണ് ഫോർദോയുടെ പ്രത്യേകത. മൂന്നാമത്തേത് ഇസ്ഫഹാൻ ആണ്. ഇസ്ഫഹാൻ ആണവ ഗവേഷണ കേന്ദ്രമാണ്. ടെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയാണ് ഇസ്ഫഹാൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 1000-ലധികം ആണവ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നടത്തിയ ആക്രമണത്തിലാണ് പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെയൊക്കെ ഇസ്രായേൽ ഈ സംഘർഷം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വധിച്ചത്. ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട 3 ചൈനീസ് റിയാക്ടറുകൾ, ലാബ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇസ്ഫഹാൻ കേന്ദ്രത്തിലാണ്. നമുക്ക് വീണ്ടും സായ്കുമാറിലേക്ക് ഒന്ന് പോകണം. അതിനു മുൻപ് അമേരിക്കയുടെ ഇടപെടൽ എന്ത് മാറ്റമായിരിക്കും ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ ഉണ്ടാക്കുക?